അമ്മാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോളാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ, 2 ഗ്ലാസ് മൈദ, 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഉപ്പ്, അത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാല്, അത് ചെറു ചൂടിലുള്ള പാല് ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ പാല് ഒഴിച്ച് ഇപ്പോൾ ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എന്തായിന്ന് നോക്കാം. ഇപ്പോൾ കുഴച്ച് വെച്ച മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി ചെറിയ ഉരുളകളാക്കി മാറ്റിയേക്കാം. അതിനുശേഷം ഇത് പരത്തി ഫില്ലിങ് വെച്ച് തയ്യാറാക്കാം. ഇങ്ങനെ നമുക്ക് നന്നായി റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ റോളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യണം. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്ന ചിക്കൻ റോളിനേക്കാളും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ചിക്കൻ റോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.